ദിലീപിന് പറയാനുള്ളത് ദിലീപിന് പറയാം, ശരിയാണ്. എന്നിരുന്നാൽ പോലും അതൊന്ന് പ്ലാൻ ചെയ്ത് പറഞ്ഞ പോലെ തോന്നിപ്പോയി കേട്ടപ്പോൾ. ദിലീപിന്റെ പുറകെ പോലീസ് പോയതിന്റെ കാരണം മഞ്ജുവിന്റെ ഈ ഒരു വാക്കിൽ തന്നെയാണ്. അങ്ങനെ ഒരു മഞ്ജു പറയുന്നതിലൂടെ അങ്ങോട്ട് പെട്ടെന്ന് ഇത് ഗൂഢാലോചനയാവുന്നു, ദിലീപിനെ പ്രതിയാക്കുന്നു. അതൊക്കെ എങ്ങനെയാണ്? അത് അലിഗേഷൻസ് കൊണ്ട് മാത്രം ഒരാളെ കുറ്റക്കാരനാക്കാൻ സാധിക്കില്ല. കോടതിക്ക് വേണ്ടത് തെളിവുകൾ തന്നെയാണ്. കാര്യമായ തെളിവുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരാളെ ഫ്രെയിം ചെയ്യരുതെന്ന്. ശ്രീ വിനു കിരിയത്ത് നേരത്തെ പറഞ്ഞ ആ മഞ്ജുവാരുടെ പേര് പറഞ്ഞു തുടങ്ങിയ അത് വേണമായിരുന്നോ? ഇന്നത്തെ ദിവസം ദിലീപിന് പറയാനുള്ളത് ദിലീപിന് പറയാം, ശരിയാണ്. എന്നിരുന്നാൽ പോലും അതൊന്ന് പ്ലാൻ ചെയ്ത് പറഞ്ഞ പോലെ തോന്നിപ്പോയി കേട്ടപ്പോൾ. അല്ല, 8.5 വർഷം താൻ അനുഭവിച്ച കാര്യങ്ങൾക്ക് കാരണക്കാരി ഈ ഒരു വാക്കിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ പലതവണ കേട്ടതാണെങ്കിൽ ആ ഒരു നിമിഷത്തിൽ ചാനലുകാർ വരുമ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എത്രയായാലും അവർ ഭാര്യ ഭർത്താവായിരുന്നു, ഇന്നവർ രണ്ടുപേരും വേർപിരിഞ്ഞ് താമസിക്കാറാവുമ്പോൾ ആ മാനസിക സംഘർഷം ഇരുകൂട്ടർക്കും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു മഞ്ജു അല്ലെങ്കിൽ വേറെ ആരോ ആവട്ടെ, ഒരാൾ നിന്ന് പറയുകയാണ്, ഒരു പൊതുപരിപാടിയായിരുന്നു അവിടെ നിന്ന് പറയുകയാണ്, ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, ഈ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അത്രേ പറഞ്ഞുള്ളൂ. അവിടെ ദിലീപിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു മഞ്ജു പറയുന്നതിലൂടെ അങ്ങോട്ട് പെട്ടെന്ന് ഇത് ഗൂഢാലോചനയാവുന്നു, ദിലീപിനെ പ്രതിയാക്കുന്നു. അതൊക്കെ എങ്ങനെയാണ്? അത് ഒരു തെളിവുമില്ലാതെ അങ്ങനെ സാധിക്കുമോ? 85 ദിവസത്തോളം ജയിലിൽ കടന്നു. അപ്പോൾ ആരാണതിന് ഉത്തരം പറയേണ്ടത്? മഞ്ജുവിന്റെ വാക്ക് കേട്ടാണോ അത്ര ദിവസം ജയിലിൽ കടന്നത് ദിലീപ്? നമുക്ക് സ്ഥിരതയില്ലാത്തൊരു കാര്യം നമ്മൾ എന്തിനു പറയാൻ പോണു? ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇന്നാരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ധൈര്യമായി പറയാതെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ പറഞ്ഞത് കൊണ്ടല്ലേ ഇതിങ്ങനെ നീണ്ടുപോകുന്നതും ദിലീപിൻ്റെ പുറകെ പോയത്. ഇന്നാരാണെന്ന് പറയട്ടെ, പൾസർ സുനി പറഞ്ഞു എന്നല്ലേ നേരത്തെ പറഞ്ഞത്, എന്ന് പറഞ്ഞ പോലെ മഞ്ജുവും പറയട്ടെ, ഇന്നാരാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് പറയട്ടെ. പറഞ്ഞിരുന്നെങ്കിൽ ഈ ഗൂഢാലോചന എന്നുള്ള വാക്കേ അവിടെ വരില്ല, ഇന്നാരാണ് പ്രതി എന്നല്ലേ വരുള്ളൂ. അപ്പോൾ പിന്നെ ദിലീപ് ഇന്ന് പറഞ്ഞതിനകത്ത് അവിടെ നിന്നാണ് തുടക്കം. ദിലീപിനെ വേട്ടയാടി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ദിലീപിൻ്റെ പുറകെ പോലീസ് പോയതിൻ്റെ കാരണം മഞ്ജുവിൻ്റെ ഈ ഒരു വാക്കിൽ തന്നെയാണ്. പക്ഷേ ഇന്നത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഈ 8.5 വർഷമായിട്ടും തെളിയിക്കാൻ പറ്റാതെ ഇനി നാളെ ഇത് പോകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. ഇതേ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ഇതാണ് വിചാരണ കോടതി. വിചാരണ കോടതിയുടെ റിപ്പോർട്ട് തന്നെയാണ് മെയിൻലി ഇനി അടുത്ത കോടതിയും ഫസ്റ്റിൽ നോക്കുന്നത്, ഇല്ലേ? ഇനിയിപ്പം 2 ദിവസത്തിനകത്ത് നമുക്ക് ഈ റിപ്പോർട്ടുകളൊക്കെ വെളിയിൽ വരും, എന്തൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കണമെന്ന്. അതിനകത്തുള്ളത് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും വരുന്നത്. അല്ലെങ്കിൽ ഇനി പൾസർ സുനി ഉൾപ്പെടെ ഉള്ളവർ സത്യസന്ധമായിട്ട് നേരത്തെ മഹേഷ് പറഞ്ഞ പോലെ കോടതിയിൽ പറയണം, ഇത് ഇന്നാരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. മഞ്ജുവും പറയണം ഇന്നാരാണ്. എല്ലാവരും പറഞ്ഞാൽ മാത്രമേ ഇതിനല്ലാതെ ചുമ്മാ പറഞ്ഞിട്ട് ഒരാളുടെ ജീവിതം വെട്ടിക്കളിച്ചതിനോട് ഞങ്ങളെല്ലാം ആദ്യമേ എതിരായിരുന്നു. എന്നാൽ അതിജീവിതയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു പീഡനം തന്നെയാണ്, കേൾവിയില്ലാത്ത. അതിനുള്ള ശിക്ഷ ഇപ്പോൾ കോടതിയിലേക്ക് ശിക്ഷ എന്താണെന്നുള്ളത് ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. അതിക്രൂരമായ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പറയുന്നത്. ശ്രീ മഹേഷ്, ഈ മെമ്മറി കാർഡ് വിവാദമൊക്കെ നമ്മളൊക്കെ അത് ചർച്ചയ്ക്ക് ഇരുന്നതാണ്. അത് ഇതിൽ വളരെ നിർണായകമായ ഒന്ന് തന്നെയല്ലേ? അതിനു മുമ്പ് ഈ ദിലീപ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു, മഞ്ജുവിൻ്റെ പേര് പറഞ്ഞൊന്നും മായ വിനുവിനോട് ചോദിച്ചില്ലേ? ദിലീപ് തന്നെ ആ തുടക്കത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ 8.5 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എനിക്കെതിരെ, ഞാനിനി പറയുന്നത് ക്ഷമയോടൊന്ന് കാത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ടോ? ഈ 8.5 വർഷം ആ മനുഷ്യ അനുഭവിച്ച മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ഒരു കാര്യം പോലും പറയാതെ എല്ലാം സഹിച്ചും കണ്ടും, എന്നിട്ടും മറ്റേ പോലീസ് മറ്റേ ഹോട്ടൽ റൂമിൽ ഒരേ ടവർ എന്നൊക്കെ പറഞ്ഞൊരു ഹോട്ടൽ മുറി കൊണ്ടുപോയപ്പം ആരോ പറഞ്ഞപ്പോൾ എന്തിനാണ് സഹോദരൻ എന്നെ പറ്റി ഇങ്ങനെ പറയണമെന്ന് പോലും അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞതല്ലാണ്ട് വേറെ ഒന്നുപോലും പറഞ്ഞിട്ടില്ല. ഒരു മാനുഷിക സംഘർഷം എത്രത്തോളം വിപത്താണെന്നറിയോ മനസ്സിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഇദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു. മഞ്ജു ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മഞ്ജു ഇതിൻ്റെ കൾപ്രിറ്റാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് തോന്നിയ കാര്യം അത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ല, പിന്നെ എപ്പോഴാണ് അദ്ദേഹം പറയേണ്ടത്? പിന്നെ മെമ്മറി കാർഡിൻ്റെ കാര്യം ചോദിച്ചത്, ഈ മെമ്മറി കാർഡ് നോക്കൂ, 2 അഡ്വക്കേറ്റ്സ് ആദ്യം വന്നത് ഓർമ്മയുണ്ട്. ഈ മെമ്മറി കാർഡ് കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് മെമ്മറി കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് 2 അഡ്വക്കേറ്റ്സിനെ പിടിച്ചത് ഓർമ്മയുണ്ടോ? അതിനുശേഷം ഈ മെമ്മറി കാർഡ് പിടിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതിന് ശേഷം മെമ്മറി കാർഡ് അന്വേഷിച്ചിട്ട് മെമ്മറി കാർഡ് കാണാനില്ല, മെമ്മറി കാർഡ് കിട്ടാനില്ല. അപ്പം മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ വീണ്ടും പേപ്പർ കൊടുത്തു. കോടതി എന്ത് ചെയ്തു? ഈ 2 വക്കീലന്മാരെ ആക്കിയോ ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീണ്ടും പറയുന്നു, അലിഗേഷൻസ് കൊണ്ട് മാത്രം ഒരാളെ കുറ്റക്കാരനാക്കാൻ സാധിക്കില്ല. കോടതിക്ക് വേണ്ടത് തെളിവുകൾ തന്നെയാണ്. കാര്യമായ തെളിവുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരാളെ ഫ്രെയിം ചെയ്യരുതെന്ന്.
ഇവിടെ ശുദ്ധമായ ഫ്രെയിമിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ 10ാം പ്രതിയില്ലേ സൂര്യ ട്രാവൽസിൻ്റെ ഉടമ, ഈ ദിലീപിനെ തെളിവുകൾ നശിപ്പിക്കാൻ പിന്നെ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് ആ പാവം കൂടെ ഇതിൻ്റെ പ്രതിയായത്. അങ്ങനെ ഇതിനകത്ത് ഓരോരുത്തർ, ഇതിനകത്ത് 6 പേര് യഥാർത്ഥ പ്രതികൾ, നേരിട്ട് ഇതുമായിട്ട് ബന്ധമുള്ളവർ, അവർ ഇപ്പോൾ സെല്ലിനകത്ത് തന്നെയായി. അവർക്ക് ഇനി എത്ര നാൾ മുന്നോട്ട് ഇനി അകത്ത് കിടക്കണം എന്നുള്ളത് ഉറപ്പായിട്ടും കോടതി വിധിക്കും. പക്ഷേ അല്ലാത്തവരെ വെറുതെ നിന്ന് വിടുന്നത് ദിലീപിന് സിനിമ കണ്ട് ആരാധന തോന്നിയിട്ടോ ദിലീപ് എന്നൊരു വ്യക്തിയോ കണ്ടിട്ടൊന്നുമല്ല. തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി അത് വെറുതെ വിട്ടത്. അതിനി മേൽക്കോടതി പോയാലും അവിടെയും വേണ്ടത് തെളിവുകൾ തന്നെയാണ്. സുപ്രീം കോടതി പോയാലും അവിടെ വേണ്ടതും തെളിവുകൾ തന്നെയാണ്. അത് കൊടുക്കാൻ സാധിച്ചാൽ ഓക്കെ, കൊടുക്കാൻ സാധിക്കാത്തിടത്തോളം കാലം ഈ വിധി ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ ഉറപ്പായ. 8.5 വർഷം ആ പാവത്തിൻ്റെ ആയുസ് പോയി, അല്ലെങ്കിൽ ആരോഗ്യം പോയി, യുവത്വം പോയി, ഇറങ്ങാനിരുന്ന് 25 സിനിമ പോയി. മലയാള ഇൻഡസ്ട്രിക്ക് ഒരുപാട് നഷ്ടം തന്നെയാണ്, മനസ്സിലായില്ലേ? പക്ഷേ അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ വിധി എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ അമൃത ടി വിയിൽ കൂടി പറയുകയാണ് ദിലീപിനോട്, നിങ്ങൾ കാണുകയാണെങ്കിലും പറയുക, ഇവരെ ആരെയും വെറുതെ വിടരുത്, ഇവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് ഇവരെ എല്ലാവരെയും ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇവരെയൊക്കെ പ്രതിസ്ഥാനത്ത് ചേർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ വിനു കിരിയത്ത്, ഏതായാലും ഈ കേസ് വന്നതോടുകൂടി മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതൊക്കെ നേരത്തെയും അറിയുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ അത് കൂടുതൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അവിടെ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ. പക്ഷേ ഇത് വന്നതോടുകൂടി, നടിയെ ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വന്നതോടുകൂടി ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇത്തരം കാര്യങ്ങൾ അതൊരു കാരണമാവുക കൂടി ചെയ്തു ഈ കേസ്, ഇല്ലേ? അല്ല, ഈ ഒരു കേസ് മാത്രമല്ല, നടികളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നത്തിൽ WCC എല്ലാം അതിശക്തമായി വരികയും നമുക്കറിയാമല്ലോ, ഇവിടെ പല നടന്മാർക്ക് ശേഷമാണല്ലോ. അതെ, അല്ല അതിപ്പോൾ നോക്കൂ, ഇത് നമ്മുടെ നാട്ടിലൊരു വലിയ കുഴപ്പമുണ്ട്. മിക്ക കേസുകളും നിങ്ങൾ ശ്രദ്ധിച്ചോണം, എന്നെ പീഡിപ്പിച്ചു എപ്പോഴും 14 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 12 കൊല്ലം മുമ്പേ, തലേ ദിവസമോ അതിൻ്റെ മുമ്പിലോ പീഡിപ്പിച്ചത് ആരും. ഇനിയെങ്കിലും അതൊക്കെ മാറണം. ഇതെല്ലാം അതാണ് സുപ്രീം കോടതി പോലും പറഞ്ഞു. അഭിമാനം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും ഉണ്ടെന്ന് ബാലേന്ദ്രമേനോന്റെ കേസിൽ പറഞ്ഞു. ശരിയല്ലേ? സത്യമല്ലേ? നോക്കൂ, ഇപ്പൊ ഒരാളെ പറയണം, നോക്കൂ, മാനസിക വ്യത പുരുഷന്മാർക്കും ഉണ്ട്. ബാലേന്ദ്രമേനോൻ എന്തുമാത്രം വേദനിച്ചിരിക്കും ആ സമയത്ത്, ഇല്ലേ? എന്നിട്ടിപ്പോൾ എന്താ, ആ കേസ് ഒന്നുമില്ല. അപ്പോൾ കുറേ നാളെങ്കിലും ഒരു മനുഷ്യനെ നാറ്റിക്കാനും, ഞാൻ പറയുന്ന സ്ത്രീകൾ അതിശക്തമായിട്ട് ആ നിമിഷത്തിൽ റിയാക്ട് ചെയ്യൂ. ഇത് എനിക്ക് മറ്റേ ഞാൻ പണ്ട് പറഞ്ഞ പോലെ, കലികയിൽ സുകുമാരൻ പറഞ്ഞ പോലെ, അമ്പടി കള്ളി ആരെങ്കിലും കണ്ടാലേ ഉള്ളൂ പ്രശ്നം എന്ന് പറഞ്ഞ പോലെ, അവസരം കിട്ടിയാൽ പ്രശ്നമില്ല. അതാണ് ഒരു കുട്ടി പറഞ്ഞത്, എനിക്ക് അവസരം തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. അപ്പോൾ ഇത് ആവരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ത്രീകൾ ആയാലും പുരുഷനായാലും അവരവരുടെ കാര്യം അവരവർ നോക്കുക. ഇതെൻ്റെ പ്രൊഫഷനാണ്, എനിക്ക് വിധിയുണ്ടെങ്കിൽ എനിക്ക് നല്ല റോള് കിട്ടും, അല്ലാത്തതുണ്ട്. കാരണം അവിടെ ഇട്ട് അടിച്ച് പൊട്ടിക്കാനുള്ള ചങ്കൂറ്റമുള്ള കുട്ടികളുള്ളൊരു കാലത്താണ് ഇനി അങ്ങോട്ട് സിനിമ പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പണ്ട് ഉള്ളതൊക്കെ ഇനി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കും. ഇനി അങ്ങനെയൊന്നും സിനിമയിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം വിരൽത്തുമ്പിൽ ഇപ്പം തന്നെ രാഷ്ട്രീയ ലെവലിലെടുത്താൽ തന്നെ പലരുടെയും ജീവിതം തന്നെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ, സ്ത്രീ വിഷയത്തിലൂടെ. അതുകൊണ്ട് അതെല്ലാം രാഷ്ട്രീയത്തിലും മാറും, സിനിമയിലും മാറും, പൊതുവെ മാറണം. അത്തരക്കാർക്ക് നല്ല ശിക്ഷയും കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പറയുന്നത്. നല്ല ശിക്ഷ കൊടുക്കട്ടെ. പക്ഷേ അവർ ഈ പണത്തിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ സ്വാധീനത്തിൻ്റെ ബലത്തിൽ രക്ഷപ്പെടാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൂടിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ. അതിന് ഈ WCC ഒക്കെ ഒരു കാരണക്കാർ തന്നെയാണ്, സംശയമില്ല. ഞങ്ങൾ സംഘടനകൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും അക്കാര്യത്തിൽ. ശരി, ശ്രീ മഹേഷ്, ഇപ്പോൾ നടൻ ദിലീപ് ആവട്ടെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആവട്ടെ അതിജീവിതയാവട്ടെ പലതവണ മേൽക്കോടതികളിൽ നൽകിയ ഉപഹർജികളും അപ്പീലും വിചാരണ നീണ്ടുപോകാൻ വലിയ കാരണമായിട്ടുണ്ട്. ഈ കേസ് വന്നതിന് ശേഷമാണ് ഇത്രയേറെ ഉപഹർജികളൊക്കെ വന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അത് ഈ കേസിൻ്റെ നാൾ വഴികൾ നോക്കിയാൽ തന്നെ അറിയാം. ഇതിങ്ങനെ മാറി മറിഞ്ഞു പോവുകയാണ്. ഒരു ബാലചന്ദ്രകുമാറിൻ്റെ വരവൊക്കെ നമുക്കറിയാം ഇതിനകത്ത്. മഹേഷ്, അത് മാത്രമല്ല 2 വർഷത്തെ കോവിഡ് അതുമൊക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ ആ കാലഘട്ടമൊക്കെ തന്നെ കോടതിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഇത് വല്ലാണ്ട് നീണ്ടുപോയി. പക്ഷേ ഒരു അലിഗേഷൻ വാദിയോ പ്രതിയോ ആരും ആയിക്കോട്ടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് സമർത്ഥിക്കാൻ മേൽക്കോടതിയിൽ പോയേ പറ്റുള്ളെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മേൽക്കോടതിയുടെ ആയിട്ടുള്ള സമയമെടുക്കും അതിനൊരു വിധി വരാൻ. വിധി വന്നിട്ട് ഇവിടെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ ഒരു പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ട് എത്രയോ നാളുകൾ അയാൾ മാറ്റി വെച്ചു.
എന്നിട്ടാണ് കോടതിയിൽ ഹാജരായത്. അതിനെപ്പറ്റി ആർക്കൊന്നും പറയാനില്ലല്ലോ. പിന്നെ ജഡ്ജിനെ മാറ്റണം, ജഡ്ജിനെ വിശ്വാസമില്ല. ഒരു വനിതാ ജഡ്ജി വേണമെന്ന് പറഞ്ഞത് തന്നെ ആരാണ്? അത് കഴിഞ്ഞിട്ട് അവരെ വിശ്വാസമില്ല, അതാണ് ഇതാണ്. എന്നിട്ട് അത് മേൽക്കോടതി പോയിട്ട് അതെന്തായി? മേൽക്കോടതി ആരുടെ കൂടെ നിന്നേ? മേൽക്കോടതി സത്യത്തിനോടൊപ്പം നിന്നു. പിന്നെ നേരത്തെ ഒരു കാര്യം ചോദിച്ചില്ലേ വിനുവിനോട്, വിനു പറഞ്ഞു. പക്ഷേ ഒരു കാര്യം കൂടി, ഞാൻ ബാലേന്ദ്രമേൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു ആലുവയിലുള്ള ഒരു സ്ത്രീ ആർക്കൊക്കെതിരെ പറഞ്ഞു? മുകേഷിനെതിരെ, മണിയമ്പിള്ള രാജുവിനെതിരെ. ഇവിടെ എന്നെയും ചോദ്യം ചെയ്യാൻ വന്നു. അതിനകത്ത് പ്രതിയായിട്ടല്ല, എൻ്റെ സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയുടെ ലൊക്കേഷനിലാണ് മണിയമ്പിള്ള രാജു അവരോട് മോശമായി പെരുമാറി. ഇതിനകത്ത് സാറ് കണ്ടു. ഞാൻ പറഞ്ഞു, ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നിടയ്ക്ക് എനിക്ക് ഇതൊന്നും നോക്കാൻ സമയം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആരുടെയൊക്കെ പേര് അവർ പറഞ്ഞു നോക്കണം. 4-5 പതിറ്റാണ്ടുള്ള മലയാള സിനിമയ്ക്ക് തൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്ത് ജനങ്ങൾക്ക് നല്ല നല്ല കഥാപാത്രം കൊടുത്ത മണിയമ്പിള്ള രാജു, മുകേഷ്, ഇടവേള ബാബു, ആരൊക്കെ, അതായത് തനിക്ക് സിനിമാ വേഷം നൽകാത്തത് അല്ലെങ്കിൽ തനിക്ക് വേണ്ട പരിഗണന കൊടുക്കാത്ത എല്ലാവരുടെയും പേര് ഇവർ വിളിച്ചു പറയാൻ തുടങ്ങിയില്ലേ? എന്നിട്ട് എന്തായി? അവരകത്തു കൊന്ന അവസ്ഥയായില്ലേ? മേനോൻ സാറിൻ്റെ അവസ്ഥ നോക്കൂ. മേനോൻ സാർ മലയാള സിനിമയ്ക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻസ് ആലോചിച്ച് നോക്കൂ, നല്ല നല്ല സിനിമകൾ ആലോചിച്ച് നോക്കൂ. ഈ പ്രായത്തിലാണ് ആ മനുഷ്യനെയൊക്കെ ഇങ്ങനെ മാനസികമായിട്ട് കഷ്ടപ്പെടുത്തേണ്ടത്. അപ്പം പെണ്ണ് തുനിഞ്ഞിറങ്ങിയാലെന്ന് നമ്മൾ വെറുതെയൊക്കെ പറയും. പക്ഷേ ഇതുപോലെയുള്ള ചിലരുണ്ടെന്നേ, ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളിലും ചിലരുണ്ട്. നമ്മളത് വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രമേ നമ്മൾ ജീവിക്കാവുള്ളൂ. ഇനിയത്തെ താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. ഇന്നത്തേക്ക് 3215 ദിവസം നമ്മളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ആക്രമണം നടന്നത് അറിയുന്നു, അതിനുശേഷമുള്ള നിയമ നടപടികളൊക്കെ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുമുണ്ട് പലതും. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി തോന്നിയത് ഈ കൊട്ടേഷനും ഗൂഢാലോചനയും തന്നെയാണ്. ഇന്നും തെളിയിക്കാനാവാതെ പോയത് ഈ ഗൂഢാലോചന തന്നെയാണ്. അതുതന്നെയാണ് അതിജീവിതയ്ക്കൊപ്പമുള്ളവരാവട്ടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പരാതിയും ഈ ഗൂഢാലോചന എന്ന് തന്നെയാണ്. അത് ഇനിയുള്ള പോക്കിൽ ഇനിയും നിയമവഴികളുണ്ട്, ഇനിയും മുന്നോട്ട് പോകും. താങ്കൾക്ക് എന്തു തോന്നുന്നു? അതിലൊരു വ്യക്തത വരുത്താൻ നമുക്കൊക്കെ അറിയാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ദിലീപിനെ നേരിട്ട് ഇതിനകത്ത് പങ്കില്ല എന്ന് ഈ കോടതി പറഞ്ഞപ്പോൾ തന്നെ അല്ല, അതിന് മുമ്പേ എനിക്കറിയാവുന്ന ദിലീപ് ഒരു കാരണവശാലും അദ്ദേഹത്തിന്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒപ്പം അവരുടെ തണലേകി തന്നെ ഇത്രയും ഉയർന്നു വരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്, ദൈവഭയമുണ്ട്, ദൈവവിശ്വാസമുണ്ട്, നല്ല നല്ല സിനിമകൾ ചെയ്യാനായിട്ട് അഹോരാർത്ഥം പ്രയത്നിക്കുന്ന ഒരാൾ. അയാൾ ഒരു കാരണവശാലും ഈ പറയുന്ന നിങ്ങൾ ആലോചിക്കണം, 2011-ലോ 2012-ലോ എനിക്ക് വർഷം ഓർമ്മയില്ല, ഇതേ കുറ്റം ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രതിയാണ് ഇയാൾ, പൾസർ സുനി. ഒരു നടിയെ ഇതുപോലെ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഒരു കറക്കം കറക്കാൻ ശ്രമിച്ച് പിന്നെ അവർ അത്യാവശ്യം പിടിപാടും കാര്യങ്ങളുണ്ട് വിളിച്ച് ചോദിച്ച് ഇവൻ മര്യാദയ്ക്ക് തിരിച്ചുകൊണ്ട് വിട്ടതാണ്. ഇങ്ങനെയുള്ള ഒരാളെ തന്നെ അല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരാൾ വീണ്ടും അത്തരം കേസുകൾ ഏൽപ്പിക്കൂ? അങ്ങനെ ഏൽപ്പിക്കുകയും തന്നെ ഈ 2 ലക്ഷം രൂപ അടുപ്പിച്ച് കണ്ട ബോധം കെടുന്ന ഒരാളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അദ്ദേഹത്തിന് ഇതുപോലുള്ള വലിയ കോടികളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കേസ് ഏൽപ്പിക്കുമോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിന്നിൽ വേറെ പലരും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പറയാം. ഇതേ ഇപ്പോൾ കോടതിയിൽ പലപ്പോഴും വന്നുകൊണ്ടിരുന്നതൊക്കെ ഭയങ്കര ആഡംബരമായ വണ്ടികളിലാണ് അല്ലേ? ഇദ്ദേഹത്തിന് ആളൂർ വക്കീല് ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിക്കാൻ വന്നില്ലേ? അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ദിവസത്തെ എമൗണ്ട് എത്രയാണ്? ഇതൊക്കെ ആരാ കൊടുത്തത്? ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ വലിയ ആൾക്കാരുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ മുമ്പ് ഒരാൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് ചെറിയ മീനുകളല്ല, ഇതിൻ്റെ പിന്നിൽ നീല തിമിംഗലമുണ്ടെന്ന് തന്നെ പറഞ്ഞില്ലേ? ആ തിമിംഗലത്തെ വേണം കണ്ടുപിടിക്കാൻ. അത് മേടമാണോ ഇടവോ ആണോ എന്നൊന്നും എനിക്കറിയില്ല. കണ്ടുപിടിക്കണം. മേൽക്കോടതിയിലോട്ട് പോകുമ്പോൾ ഇതെല്ലാം കൂടെ ഉത്തരമായിട്ട് വേണം മേൽക്കോടതിയിലോട്ട് പോകാൻ. ഇല്ലെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ തോറ്റു പിന്മാറേണ്ടി വരും. ശരി. ശ്രീ വിനു കിരിയത്ത്, കോടതി കണ്ടെത്തേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. കോടതി അതുകൊണ്ടാണ് സമയമെടുത്തത്. കൂട്ടബലാത്സംഗം, അതുപോലെ തട്ടിക്കൊണ്ടുപോകൽ, ഇത്തരം കുറ്റങ്ങളൊക്കെ നടന്നു എന്ന് കോടതിക്ക് വ്യക്തമായി. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ 1 മുതൽ 6 വരെയുള്ള പ്രതികളൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴും ഗൂഢാലോചന കുറ്റം മാത്രം തെളിയിക്കാൻ കോടതിക്ക് കഴിഞ്ഞില്ല. അത് ദിലീപ് എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ എടുത്തു പറയുകയല്ല. പക്ഷേ ഈ കേസിൽ, ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് വ്യക്തമാണല്ലോ. അപ്പോൾ അത് ആര് എന്ത് എന്നത് അറിയേണ്ടതില്ലേ?
ഇത് തന്നെയാണ് ദിലീപ് എന്ന് ചെയ്തത്. ഇവിടെ തുടങ്ങിയത് മഞ്ജു വാര്യർ ഗൂഢാലോചന എന്ന് പറഞ്ഞു. അത് സ്ത്രീയാണോ പുരുഷനാണോ ഏതാണോ ഒന്നും മഞ്ജു പറഞ്ഞിട്ടുമില്ല. ദിലീപിൻ്റെ പുറകെ പോകുന്നു. ഇനി ദിലീപ് ആണെങ്കിൽ തെളിയിക്കുന്നില്ല, തെളിയിക്കാൻ പറ്റുന്നില്ല. സാക്ഷിമൊഴികളും ഒന്നും ദിലീപിന് അനുകൂലമായിട്ട് ആണ് എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ കോടതി ദിലീപ് വെറുതെ വിട്ടത് ഇന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഇത് പുറത്തു കൊണ്ടുവരേണ്ടത് തുടങ്ങി വെച്ച മഞ്ജു വാര്യരും അറിയാമെങ്കിൽ അതിജീവിതയും പൾസർ സുനിയുടെ വായിൽ നിന്ന് വരുമോ ഇല്ലോ എന്നൊന്നും നമുക്കറിയില്ല. ഇതിൻ്റെ നാൾ വഴികളിൽ ഇനി ഇത് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നീതി കറക്റ്റായിട്ട് ആ കുട്ടിക്ക് കിട്ടണം എന്ന് തന്നെയാണ് കേട്ടോ. അതിൽ യാതൊരു സംശയമില്ല. ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നതനായാലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്. പക്ഷെ അത് ദിലീപ് തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് തെറ്റ്. എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഇല്ലാതെ വരില്ല. ശരി, അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ആയിക്കൂടെ, മാഡം ആയിക്കൂടെ, എന്തിന് മിസ്റ്ററിൻ്റെ കൂടെ തന്നെ പോണത്? അതൊക്കെ അന്വേഷണ സംഘമാണ് അതൊക്കെ കണ്ടെത്തേണ്ടത്. മാഡം എന്ന വാക്കൊക്കെ വർഷങ്ങളായി നമുക്ക് കേൾക്കുന്നതാണ്. അതൊക്കെ കണ്ടെത്താതെ ഇനി മേൽക്കോടതി പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും. അവർക്ക് കുറേ സമയം പോയി കിട്ടുന്നുള്ളതേ ഉള്ളൂ. ഏതായാലും വളരെയധികം നന്ദി രണ്ടുപേർക്കും ചർച്ചയിൽ പങ്കെടുത്തതിന്. ഏതായാലും ഒട്ടേറെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വിധിയോടുകൂടി ഉയർന്നു വരുന്നത്. പുതിയ നിയമ പോരാട്ടത്തിലേക്ക് ഇത് കടക്കുകയാണ്. ഒപ്പം നമ്മൾ ഉന്നയിച്ച ഇനിയും തെളിയിക്കേണ്ട ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ ഇനിയുള്ള നിയമ പോരാട്ടത്തിൽ നിയമവഴികളിലെങ്കിലും കഴിയട്ടെ. വളരെയധികം നന്ദി.